കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം ഇന്ന് രാത്രിയിലും മഹത്വപ്പെടട്ടെ. വീണ്ടും നമുക്കൊരുമിച്ച് ഈ ആത്മീക കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നതിന് സർവകൃപാലുവായ ദൈവം നൽകിയിരിക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് രക്ഷകന് നന്ദി പറയുന്നു. ഇത്രത്തോളം കർത്താവ് ഈ ശുശ്രൂഷകളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. തുടർന്നും പ്രാർത്ഥനാപൂർവം ദൈവപാദപീഠത്തിൽ നമുക്കൊരുമിച്ച് ആയിരിക്കാം. ഇന്ന് രാത്രിയിലും നാം തിരുവെടുത്തിലൂടെ അല്പമായി ചില ചിന്തകളെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ വീണ്ടും ക്ഷണിക്കുന്നു. നമ്മൾ പ്രധാനമായി 2-ാം അധ്യായത്തിൽ നിന്ന് അതിൻ്റെ ആമുഖമായി ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായി. പ്രത്യേകിച്ച് നമ്മൾ ഈ അധ്യായം പഠിക്കുമ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമുക്കറിയാം, രൂത്ത് തൻ്റെ അമ്മായിയമ്മയായ നവോമിക്ക് വേണ്ടി തനിക്ക് വേണ്ടിയും ധാന്യം ശേഖരിക്കേണ്ടതിന് ഒരു വയലിൽ എത്തിപ്പെടുന്ന രംഗമാണ് നമ്മൾ ഈ അധ്യായത്തിൽ മനസ്സിലാക്കുന്നത്. അവൾ പറയുന്നൊരു പദമുണ്ട്, ഭാഗ്യവശാൽ എന്നാണ്. ഭാഗ്യവശാലെന്നോ അല്ലെങ്കിൽ കൃപയാലെന്നോ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. എങ്ങനെയോ അവൾ വയലിൽ എത്തിച്ചേരുന്നു. ആ വയലിൽ അതിൻ്റെ ഉടയവനെ അവൾ കണ്ടെത്തുന്നു. ആ ഉടയവൻ അവൾക്ക് വേണ്ടുന്നതൊക്കെയും നൽകുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. ആ ഉടയവൻ ആ വയലിൽ വരുമ്പോൾ ഇത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. കൊയ്ത്തുകാരുടെ മേലാളൻ ഇന്ന വ്യക്തിയാണ് എന്ന് പരിചയപ്പെടുത്തുന്നു. അവൾ ഇതുവരെയും ഇവിടെ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൾ വൈകിട്ടാകുമ്പോൾ നാം തിരുവനന്തപുരത്തിൽ പഠിക്കുന്നു, ഏകദേശം ഒരു പറ യവം പെറുക്കി അവൾ വീട്ടിൽ പോയതായിട്ടാണ് ഈ അധ്യായത്തിനകത്ത് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൾ ബോവസിന്റെ വയലിലോട്ട് വന്നത് വളരെ ശൂന്യമായ ഒരു നിലയിലായിരുന്നു. ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അവൾ വന്നത്. പക്ഷെങ്കിൽ അവൾ തിരികെ പോയപ്പോൾ ഒരു പറ നിറയെ യവം പെറുക്കിക്കൊണ്ടാണ് അവരുടെ വീട്ടിലേക്ക് എത്തിയത്. അവൾ പോകുവാനിടയായത്. ഇന്ന് രാത്രിയിലും നാം ഓരോരുത്തരും ആരുടെ വയലിലാണ് വന്നിരിക്കുന്നത്? ആരുടെ വയലിലാണ് വന്നിരിക്കുന്നത്? ബോവസിന്റെ വയലിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒന്നും ഇല്ലാത്തവരായി, അല്ലെങ്കിൽ നമ്മുടെ പാത്രങ്ങൾ കാലിയായിരിക്കാം, നമ്മുടെ പറകൾ കാലിയായിരിക്കാം. പക്ഷെങ്കിൽ ഇന്ന് രാത്രി അവിടുത്തെ വയലിൽ വന്നതുകൊണ്ട് ആ വയൽ നിമിത്തം നമ്മെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിക്കുന്നു, വെറും പാത്രങ്ങളെ മാത്രമേ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയുകയുള്ളൂ. നമ്മൾ ഈ അധ്യായത്തിൽ ഞാൻ ഓർപ്പിച്ചു എന്ന് തോന്നുന്നു, അവസാന ഭാഗത്തിൽ പ്രധാനമായിട്ട് രൂത്തിന്റെയും നവോമിയുടെയും ജീവിതത്തിലൂടെ ദൈവം ചെയ്തെടുത്ത ചില കാര്യങ്ങളുണ്ട്. അവരുടെ ലൈഫിൽ അവർ നേരിട്ട ചില പ്രതിസന്ധികൾ, ചില സങ്കടങ്ങൾ, ചില നഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ ലൈഫിൽ, അവരുടെ ജീവിതത്തെ ഒന്ന് എന്ത് ചെയ്തു? മോൾഡ് ചെയ്തെടുത്തു. അവരെ ഒന്ന് ബിൽഡപ്പ് ചെയ്തു. അവരുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തി എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം, നിങ്ങൾ അധികം ഫലം കായ്ക്കേണ്ടതിനാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? പലപ്പോഴും ചെത്തുന്നതും വെടിപ്പാക്കുന്നതും. അപ്പോൾ പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവം ചില അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളിലൂടെ ആയിരിക്കും പ്രതിസന്ധികളുടെ വേലിയേറ്റങ്ങൾ കടന്നു വരും, വെല്ലുവിളികൾ കടന്നു വരും.
കഷ്ടങ്ങളും നഷ്ടങ്ങളും സ്വാഭാവികമായിട്ട് ഉണ്ടായി എന്ന് വരാം. പക്ഷെങ്കിലും ദൈവം തമ്പുരാനാണ് വിളിച്ചത് എന്ന ഉത്തമമായ ബോധ്യമുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കരം ആ വിഷയങ്ങളുടെ നടുവിൽ ചലിക്കുവാൻ ഇടയാക്കിയും വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിന് ഒരു മഹത്വം കൊടുത്താട്ടെ. അപ്പോ ദൈവം എല്ലാ തലങ്ങളിലൂടെയും രൂത്തിനെ സ്നേഹിക്കുന്നു, നവോമിയെ സ്നേഹിക്കുന്നു. അപ്പോൾ അവരുടെ ലൈഫിൽ ഇത്രത്തോളം നഷ്ടങ്ങൾ വന്നപ്പോഴും തമ്പുരാൻ അവരെന്ത് ചെയ്യുകയായിരുന്നു? അവരുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തി എടുക്കുകയായിരുന്നു. ഒരു മച്ചുറായ നല്ല പക്വതയുള്ള ഒരു വ്യക്തിത്വം അവരില് ഉളവാക്കി എടുക്കുകയായിരുന്നു ചെയ്തത് എന്ന് നമുക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. റോമാലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്ന 8-ാം അധ്യായം 29-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ ധന്യനായി പൗലോസ് പറയുന്നൊരു പദമുണ്ട്. അവന്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാനാണ് ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്? മുൻ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം അനുവദിക്കുന്ന ചെറുതോ വലുതോ ആയ ചില പ്രതിസന്ധികൾ, ചില കഷ്ടതകൾ എന്തിനാണ് ദൈവം ഉപയോഗിക്കുന്നത്? നമ്മൾ ക്രിസ്തുവിനോട് അനുരൂപപ്പെടണം, അവന്റെ സ്വഭാവത്തോട് തുല്യത ഉള്ളവരായി മാറണം എന്നതിനു വേണ്ടി മാത്രമാണ് ദൈവം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അനുവദിക്കാറുള്ളത് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായി കഴിയുന്നുണ്ട്. മാത്രമല്ല, ഈ അധ്യായത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ സംഭവങ്ങളും, അത് ചെറുതാകാം വലുതാകാം, അതിന്റെ പുറകിൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പുറകിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നവോമിയുടെ തകർച്ച, രൂത്തിന്റെ തകർച്ച. ഇത്രത്തോളം വേദനകൾ, നിന്ദകൾ, അപമാനങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഇതെല്ലാം സഹിച്ചതിന്റെ പുറകിൽ, ഇതെല്ലാം വന്നതിന്റെ പുറകിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഇവരെ എന്ത് ചെയ്യണം? ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തുംഗ ശൃംഗത്തിൽ കൊണ്ടെത്തിക്കണം എന്നത് ദൈവത്തിന്റെ പദ്ധതിയും നിയോഗവും ആയിരുന്നു എന്ന് നാം തിരുവെഴുത്തിലൂടെ ഗ്രഹിക്കുന്നുണ്ട്. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. നമ്മള് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ അനേക വ്യക്തികളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായ നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഒത്തിരി സംഭവങ്ങൾ അനേക ഭക്തന്മാരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ആ ചെറിയ സംഭവങ്ങളിലൂടെയും വലിയ സംഭവങ്ങളിലൂടെയും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോ ഒരിക്കല് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഒരു കെറ്റിലിൽ വെള്ളം തിളയ്ക്കുന്നത് കണ്ടപ്പോഴാണ് പിന്നെ ആവിയന്ത്രം കണ്ടുപിടിക്കുവാനുള്ള പ്രേരണ ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ ചിന്തകൾ, ഓരോ സംഭവങ്ങൾ, ഓരോ തലങ്ങളിലേക്കുള്ള വളർച്ചകളിലേക്ക് അല്ലെങ്കിൽ ഓരോ തലങ്ങളിൽ ചെന്നെത്തുന്നതിന് അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞാൻ ഒരു പുസ്തകം വായിക്കുമ്പോൾ ചില നാളുകൾക്ക് മുന്നമേ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. മാത്യു ഫൗണ്ടർ മോറി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഒരു രോഗത്താൽ കിടക്കയിൽ കഴിയുകയായിരുന്നു. ഈ മനുഷ്യൻ കിടക്കയിൽ ആയിരിക്കുമ്പോൾ തന്റെ മകനോട് അദ്ദേഹം ആവശ്യപ്പെട്ടു, വേദപുസ്തകത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പാസേജ്, ഒരു അധ്യായം എടുത്ത് വായിക്കുവാൻ. അദ്ദേഹം ആ കുഞ്ഞ് ബൈബിൾ എടുത്തു, തുറന്നു, അവൻ വായിക്കുവാൻ തുടങ്ങിയപ്പോൾ 8-ാം സങ്കീർത്തനമാണ് ആ പൈതൽ വായിച്ച് കേൾപ്പിക്കുവാനിടയായത്. ആ 8-ാം സങ്കീർത്തനം വായിച്ച് കേൾപ്പിക്കുമ്പോൾ അദ്ദേഹം ആ സമുദ്രത്തിന്റെ ചാലുകൾ എന്ന് പറയുന്ന ഒരു പാസേജില് അദ്ദേഹം
അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിയുവാനിടയായി. അപ്പോൾ അദ്ദേഹം ആ പദം വീണ്ടും മകനോട് വായിക്കുവാൻ ആവശ്യപ്പെട്ടു. അവൻ റിപ്പീറ്റഡായി ആ സെന്റൻസ് അദ്ദേഹം വീണ്ടും വായിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അന്നൊരു കാര്യം മനസ്സിലായി, സമുദ്രത്തിനകത്ത് എന്തുണ്ട്? ചാലുകൾ ഉണ്ട്. അപ്പോൾ സമുദ്രത്തിനകത്ത് പ്രത്യേക പാതകൾ ഉണ്ട് എന്ന വസ്തുത അദ്ദേഹം അന്ന് ഗ്രഹിക്കുവാനിടയായി. അദ്ദേഹം അന്ന് ആ കിടക്കയിൽ വെച്ച് ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഈ രോഗത്തിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം, സൗഖ്യമായതിനു ശേഷം പ്രസ്തുത വിഷയത്തെ കുറിച്ചുള്ള ഗവേഷണം നടത്തുമെന്നും അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുമെന്നും ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ആ കിടക്കയിൽ തീരുമാനമെടുത്തു. അങ്ങനെ തന്റെ തീരുമാനത്തിന്റെ പരിണിത ഫലമായി ഏകദേശം നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ 21-ാം നൂറ്റാണ്ടിലൊക്കെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? ആ സമുദ്രത്തിൽ ചാലുകളുണ്ട്, കപ്പലുകൾക്ക് പോകുവാനുള്ള പാതകളുണ്ട് എന്നുള്ളതായ വസ്തുത ഈ മനുഷ്യൻ കണ്ടുപിടിക്കുവാനായിട്ടിടയായി. ഞാൻ പറഞ്ഞത്, അദ്ദേഹം കണ്ടെത്തിയ ഒരു അല്പമായ ഒരു വാക്കാണ് ഈ അവൻ ഇത്രയും മഹത്തായ ഒരു പഠനത്തിന് തന്നെ വിധേയനാക്കുവാനിടയായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, വിശുദ്ധ തിരുവെഴുത്തിലായാലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലായാലും ദൈവം അനുവദിക്കുന്ന ചില ഇൻസിഗ്നിഫിക്കന്റ് ആയ ചില വസ്തുതകളായിരിക്കാം നമ്മുടെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. നമ്മള് ആ വിശുദ്ധ തിരുവെഴുത്തിൽ ഒരു മനുഷ്യനെ വായിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിന്റെ പേരാണ് മോസസ്. നമ്മൾ വായിക്കുന്നുണ്ട്, ഫറവോന്റെ പുത്രി ഒരു പ്രത്യേക സാഹചര്യത്തിൽ നൈൽ എന്ന് പറയുന്ന ഒരു നദിയിലേക്ക് എന്ത് ചെയ്യാൻ പോകുന്നു? അവൾ കുളിക്കാനായിട്ട് പോകുന്നു. അവിടെ ഒരു പെട്ടിക്കകത്ത് ഒരു കുഞ്ഞിനെ സൂക്ഷിച്ചു വച്ചിരിപ്പുണ്ട്. ആ കരച്ചിൽ കേട്ട് അവൾ ആ കുഞ്ഞിനെ എടുക്കുന്നു, രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുചെല്ലുന്നു. യഥാർത്ഥത്തിൽ അവൾ ഇവിടെ ചെല്ലുന്നത് കേവലം ഒന്ന് കുളിച്ച് വൃത്തിയായി വരാനാണ്. പക്ഷെ അവൾ യാദൃച്ഛികമായി ഒരു കുട്ടിയെ കണ്ടെത്തുന്നതിലൂടെ അവളെ രാജകൊട്ടാരത്തിൽ കൊണ്ടുവരുന്നു. പിൽക്കാലങ്ങളിൽ ആ കുഞ്ഞാണ് ഇസ്രായേൽ ജനത്തിന്റെ വിമോചകനായും പഴയ നിയമത്തിന്റെ മധ്യസ്ഥനായും വലിയ നേതാവായും ദൈവം ഉപയോഗിച്ച മോശ എന്ന് പറയുന്നത്. ഒരു ചെറിയ സംഭവത്തിലൂടെ ദൈവത്തിന് അനധിസാധാരണമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഇന്നും കഴിയും. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, നമ്മൾ കടന്നു പോകുന്ന പാതകൾ, നമ്മൾ അനുഭവിക്കുന്ന വ്യഥകൾ, നമ്മൾ നേരിടുന്ന സങ്കടങ്ങൾ ഇത് എനിക്ക് സഹിക്കുവാൻ കഴിയുന്നില്ല. പക്ഷെങ്കിൽ ഇന്ന് രാത്രിയിൽ തിരുവെഴുത്തിലൂടെ വിളിച്ചു പറയുവാൻ കഴിയും, ഇതിന്റെ പുറകിലും ദൈവത്തിന്റെ കരം ചലിക്കുന്നുണ്ട്. ഇതിന്റെ പുറകിലും ദൈവത്തിന്റെ ചിലത് ചെയ്യുവാനുണ്ട്. ഇത് ദൈവം അതിനൊരു മാധ്യമമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ വസ്തുതയെ ദൈവം നമ്മുടെ സംരക്ഷണത്തിനായി, നമ്മുടെ നന്മയ്ക്കായി തമ്പുരാൻ എന്ത് ചെയ്യുന്നു? ഒരുക്കുന്നു എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കല് ഫെലിക്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം നല്ലൊരു ഭക്തനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ചില ശത്രുക്കളൊക്കെ ചേർന്ന് പുള്ളിക്കാരനെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നു. ഇദ്ദേഹം ഓടി ഒരു ഗുഹയിൽ ചെന്ന് അദ്ദേഹം പ്രവേശിച്ചു. പക്ഷെ ഇദ്ദേഹത്തിന്റെ പുറകില് തന്നെ ആക്രമിക്കാനുള്ള സൈന്യമുണ്ട്. എന്നാൽ ഇദ്ദേഹം ഈ ഗുഹയിലാണ് കയറിയതെന്ന് ഈ സൈന്യം എന്ത് ചെയ്തില്ല? കണ്ടില്ല. അദ്ദേഹം അതിനകത്തേക്ക് കയറി ഉടൻ തന്നെ അവിടെ സംഭവിക്കുന്നത്, പെട്ടെന്നൊരു ചിലന്തി വരുന്നു. ആ ചിലന്തി അതിന്റെ പുറത്തുകൂടി ആ ഗുഹയുടെ വാതിൽക്കൽ, പ്രവേശന കവാടത്തിങ്കൽ എന്ത് ചെയ്യുന്നു? വലകളെ തുന്നി അതിനെ മറയ്ക്കുന്നു. അപ്പോ ഈ സൈന്യം ഇത് തുന്നി ഇതിന്റെ കവാടത്തെ മൂടി അത് മറയുന്നു. ഇതിനോടകം സൈന്യം ഇവിടെ എത്തിച്ചേരുന്നു. അവരവിടെ ഇല്ലെന്ന് നോക്കി അവർ ആദ്യം ചിന്തിച്ചു, അദ്ദേഹം തീർച്ചയായിട്ടും ഈ ഗുഹയ്ക്കകത്ത് തന്നെ കാണും എന്ന് അവർ ഉറപ്പിച്ചു. അപ്പോൾ ഒരു സൈന്യാധിപൻ പറഞ്ഞു, നമുക്ക് എന്തായാലും ഇതിനകത്ത് ഒന്ന് കയറി നോക്കാം. അപ്പോൾ മറ്റൊരു സൈന്യാധിപൻ പറയുകയാണ്, വേണ്ട, അതിനകത്ത് കയറിയിട്ട് വേറെ പ്രയോജനമൊന്നും ഇല്ല. കാരണം എന്താണ്? കാരണം അതിന്റെ പുറത്ത് എന്തുണ്ട്?
ഒരു ചിലന്തി വല ഉണ്ട്. ഈ ചിലന്തി വല ഇപ്പോൾ ഉണ്ടായി വന്നത് അല്ല, ഇത് നേരത്തെ ഉള്ളതാണ്. ആ മനുഷ്യൻ ഇതിനകത്ത് കയറിയെങ്കിൽ ആ ചിലന്തി വലയും നേരത്തെ തന്നെ നശിക്കേണ്ടതായിരുന്നു എന്ന ചിന്തയാണ് ആ മനുഷ്യരുടെ ചിന്തയിലേക്ക് വരുവാനിടയായത്. അപ്പോൾ എന്തെന്നറിയാമോ, അവർ അങ്ങോട്ടകത്തേക്ക് കയറുവാൻ പ്രയാസപ്പെട്ടില്ല. അവർ അത് ഉപേക്ഷിച്ചിട്ട്, ആ എണ്ണ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു? അവർ തിരികെ പോകുവാനിടയായി. പിന്നീട് ഫെലിക്സ് മോള എന്ന് പറയുന്ന ഈ മനുഷ്യൻ അദ്ദേഹം താൻ ഇങ്ങനെ എഴുതുവാനിടയായി, അവൻ ദൈവം ഒരു ഭക്തനെ രക്ഷിപ്പാൻ ആഗ്രഹിച്ചാൽ, ഒരു ഭക്തനെ വിടുവിക്കുവാൻ ആഗ്രഹിച്ചാൽ, അവൻ ഒരു ചിലന്തി വല മതി അവനെ രക്ഷിക്കുവാൻ, അവൻ പരിപാലിക്കുവാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ എനിക്കും നിങ്ങളോട് പറയുവാൻ കഴിയും, അവൻ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് നമ്മെ മാനിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു ചെറിയ വിഷയം മതി, ഒരു ചെറിയ സംഗതി മതി, അതിലൂടെ ദൈവത്തിന് നമ്മെ ഉയർത്തുവാനായി കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ രൂത്തിനെയും നവോമിയെയും ഒരു വലിയ തലത്തിൽ കൊണ്ടെത്തിക്കുന്നതിന് തമ്പുരാൻ എന്ത് ചെയ്തു? തകർത്തു കളഞ്ഞു. നമ്മള് ബൈബിളിൽ വായിക്കുന്നുണ്ട് 37-ാം അധ്യായം ആദിയാഗമത്തില് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം 37:8. അവിടെ ജോസഫ് ഒരു സ്വപ്നം എന്ത് ചെയ്യുന്നു? കാണുന്നു. ഈ സ്വപ്നം കാണുമ്പോ ഈ സ്വപ്നം തന്റെ സഹോദരന്മാരോട് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറയുമ്പോ ഈ സ്വപ്നം അവർക്ക് അംഗീകരിക്കുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 37-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നത് വായിച്ചേ വേഗത്തിൽ. ആദിയാഗമം. അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ, നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, നീ ഞങ്ങൾക്ക് അധിപതിയും രാജാവും ആകുമോ. അപ്പോൾ ജോസഫിനെ കുറിച്ചുള്ള ഒരു ചെറിയ സ്വപ്നമാണ്. ജോസഫിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ തിട്ടം എന്താണ്? അവനെ അധിപതിയാക്കുക, രാജാവാക്കി തീർക്കുക. പക്ഷെങ്കിൽ അസൂയാലുക്കളായ സഹോദരന്മാർ ചോദിക്കുന്നു, നീ ഞങ്ങൾക്ക് രാജാവാകുമോ? രാജാവാക്കുവാൻ ദൈവം ജോസഫിനെ കണ്ടെങ്കിൽ, അഭിഷേകം അവൻ അധികാരിയാക്കുവാനാണ് ദൈവത്തിന്റെ നിയോഗമെങ്കിൽ, തീർച്ചയായും ജോസഫിനെ ആ തലത്തിൽ തമ്പുരാൻ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. രാജാവാക്കുക എന്നത് ദൈവത്തിന്റെ നിയോഗമെങ്കിൽ, അവൻ അതിന് ഏത് ശക്തികൾ എതിർന്നാലും പ്രശ്നമില്ല, എത്ര തകർച്ചകൾ നേരിട്ടാലും പ്രശ്നമില്ല. എന്റെ തമ്പുരാൻ അവനൊരു രാജകീയ വഴി ഒരുക്കും. അവൻ ആ സ്ഥലത്ത് ജോസഫിനെ കൊണ്ടെത്തിപ്പാനിടയാകും. പ്രൈസ് ഗോഡ്. അപ്പോ ഇന്ന് രാത്രിയിൽ നമ്മൾ മനസ്സിലാക്കണം, വെറുതെ ചെന്ന് ആ സീറ്റിൽ ഇരിക്കാനായിട്ടും പറ്റത്തില്ല. ഇവിടെ അവൻ നവോമിയിലൂടെ രൂത്തിനെ തമ്പുരാൻ മോവാബിൽ നിന്ന് പൊക്കിയെടുത്ത് ബത്ലഹേമിലേക്ക് കൊണ്ടുവന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. അവൻ സ്വന്തം ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ വരിക, അവൻ യേശുവിന്റെ മുത്തശ്ശിയായി മാറുക എന്നൊരു വലിയ പദ്ധതി അവൻ എന്റെ തമ്പുരാന്റെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവൻ ഇത്രയും തകർത്ത് കളഞ്ഞത്. അവൻ സ്വന്തം ഇത്രയും വേദന അനുഭവിച്ചത്. ഈ തകർച്ചയ്ക്ക് ശേഷമാണ് അവളെ അധിപതിയാക്കുവാൻ, അവളെ രാജകീയമായ അവസ്ഥയിൽ എത്തിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞത്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രിയിലും നമ്മെക്കുറിച്ചുള്ള നിയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ തിരിച്ചറിയണം. അവൻ നമ്മൾ ദൈവമക്കളാണ്, ദൈവം നമ്മെ വിളിച്ചു എന്നുള്ള ബോധ്യം നമുക്ക് വേണം. അവൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ദൈവ സ്വഭാവത്തോട് ഏകീഭവിക്കുവാൻ ആണ് ദൈവം ഇതൊക്കെ നമുക്ക് അനുവദിക്കുന്നത്. ഈ നിമിഷത്തിൽ നമ്മൾ താഴ്മയുള്ളവരാകണം. ഈ സമയത്ത് നമ്മൾ പക്വതയുള്ളവരായി മാറണം. അവൻ സ്വന്തം ദൈവം നിഗളികളോടാണ് എതിർക്കുന്നത്. അവൻ സ്വന്തം താഴ്മയുള്ളവരുടെ മേലാണ് കൃപ പകരുന്നത്. അവൻ താഴ്ചയിൽ നിന്നാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അവൻ സ്വന്തം നാശകരമായ കുടിയിൽ നിന്ന്, അവൻ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ നമ്മെ കരകയറ്റിയത് എന്തിനെന്ന് ചോദിച്ചാൽ, അവൻ നമ്മെ ലിഫ്റ്റ് ചെയ്യുവാൻ വേണ്ടിയാണ്, അവൻ നമ്മെ ഉയർത്തുവാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ ഉയർച്ച ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ ദൈവസഭയിൽ താഴുവാനായി തയ്യാറാകണം. പ്രൈസ് ഗോഡ്.
എല്ലാ അഹങ്കാരങ്ങളും, എല്ലാ നിഗളങ്ങളും, എല്ലാ വ്യാജഭാവങ്ങളും എന്ത് ചെയ്യണം? നമ്മിൽ നിന്ന് മാറ്റിക്കളയണം. ഒരു ദൈവ പൈതൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിലുള്ള വീക്ഷണത്തോടെ, ചിന്താഗതിയോടെ, ബോധ്യത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അവൻ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഈ ലോകത്തിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? അനുരൂപർ ആകരുത്, മറിച്ച് ദൈവത്തിൻ്റെ അവൻ നന്മയും ദൈവത്തിൻ്റെ ഹിതവും നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെട്ട് ജീവിക്കുവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവിക സ്വഭാവത്തോട് അനുരൂപപ്പെടുവാനായിട്ട് കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മളിവിടെ വായിക്കുന്നു, ഈ അധ്യായത്തിനകത്ത് പ്രധാനമായി അവൻ സ്തോത്രം ചെയ്യുന്നു, രൂത്ത്, നവോമി, ഇവരുടെ സ്വഭാവം ദൈവിക സ്വഭാവത്തിന് തുല്യമായി അവരുടെ കഷ്ടത ആ തലത്തിലേക്ക് മാറ്റിമറിക്കുന്നു. രണ്ട്, അവൻ ചെറുതും വലുതുമായ ചില സംഭവങ്ങളിലൂടെ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് അവരെ കൊണ്ടുവരുന്നു. മൂന്ന്, അവർ വിനയമുള്ളവരായി പക്വതപ്പതികളായി അവർ മാറുന്നു. അതുകൊണ്ട് അവരെ തമ്പുരാൻ ഉയർത്തുന്നു എന്നുള്ള ഒരു രംഗമാണ് നാം ഈ അധ്യായത്തിലൂടെ പ്രധാനമായി പഠിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതിന്റെ മൂന്നാമത്തെ വാക്യം വേഗത്തിൽ ഒന്ന് വായിച്ചാട്ടെ. 3-4 വാക്യങ്ങൾ പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. 3-4 വാക്യങ്ങൾ. കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുകി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ബോവസിനെ കുറിച്ച് തിരുവെടുത്തിൽ എത്ര ബോവസ് ഉണ്ട് എന്നതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഓർപ്പിച്ച് ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോ ഈ ബോവസ് ആരാണ് എന്നതിനെ കുറിച്ചും ഒരു 4-5 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു. ഇവിടെ ഈ സഹോദരി, ഈ രൂത്ത് എന്ന് പറയുന്ന സഹോദരി പെറുക്കുവാൻ പോയത് ആരുടെ വയലിലാണ്? ബോവസിന്റെ വയലിലാണ് അവൾ പെറുക്കുവാനായിട്ട് പോയത്. യഥാർത്ഥത്തിൽ അവിടെ വേറെയും ചില വയലുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ടായിരുന്നു കാണണം. പക്ഷേ അവൾ തിരഞ്ഞെടുത്തത് ബോവസിന്റെ വയൽ മാത്രമായിരുന്നു. അവൾ ബോവസിന്റെ വയൽ തിരഞ്ഞെടുക്കാൻ കാരണം എന്തായിരിക്കാം? ഒരുപക്ഷെ അവിടെ ബോവസിന്റെ വയലാണെന്ന് അവൾക്കറിയില്ല. എലീമേലെക്കിന്റെ ചാർച്ചക്കാരനാണ് ബോവസ് എന്നുള്ള വസ്തുതയും രൂത്തിന് അറിയത്തില്ല. അവിടെ ചെന്നപ്പോ അദ്ദേഹത്തിന്റെ വയലിൽ അതിന്റെ മുൻഭാഗത്ത് ഇത് ബോവസിന്റെ വയലാണ്, ഈ വയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോർഡോ ഫ്ലെക്സോ ഒന്നും അവിടെ വച്ചിട്ടില്ല. അപ്പൊ ഇതൊന്നും അവൾ കണ്ടിട്ടല്ല എന്ത് ചെയ്തത്, അവിടേക്ക് പോകുവാനായിട്ടിടയായത്. വീണ്ടും പറഞ്ഞാൽ അവൾ അവിടേക്ക് പോകാൻ പ്രത്യേക ദൂതോ പ്രവാചക ശബ്ദമോ പ്രത്യേക അരുളപ്പാടുകളോ ഇതൊന്നും തന്നെ അവൾക്ക് എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ അവൾ പോയത് ബോവസിന്റെ വയലിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഭാഗ്യവശാൽ എന്ന് പറയുന്നതിനേക്കാൾ ആ പദം കൃപയാൽ എന്ന് കൊടുക്കുന്നതായിരിക്കും. അമേസിംഗ് ഗ്രേസ് എന്ന പദം അവിടെ കൊടുക്കുന്നതായിരിക്കും അവൻ കൂടുതൽ യുക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഭാഗ്യമല്ല, ഒരുപക്ഷെ അവൻ ഭാഗ്യം ഒരു ഭാഗത്തുണ്ടെങ്കിലും ദൈവത്തിന്റെ കൃപയാണ് അവളെ ആ വയലിൽ അവിടെ എത്തിക്കുവാനായിട്ടിടയായത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കണം, അവള് അതുവഴി ഇങ്ങനെ പോകുമ്പോ ഞാൻ പറഞ്ഞല്ലോ പല വയലുകൾ അവൾ കാണുന്നുണ്ട്. അപ്പൊ ഈ വയലുകളൊക്കെ കാണുമ്പോ എല്ലാ വയലുകളും കാണാൻ കൊള്ളാം. എല്ലാ വയലിലും ധാരാളം കൊയ്ത്തുകാരുണ്ട്. വയലുകളിലെല്ലാം കതിരുകൾ ധാരാളമുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവർ വന്നത് തന്നെ യുവക്കൊയ്ത്തിന്റെ സമയത്താണ്. അപ്പൊ കൊയ്ത്ത് എല്ലാ വയലിലും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവൻ ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യുന്നില്ല, ചായുന്നില്ല.
ചായാൻ ഒരുപക്ഷെ ആഗ്രഹമുണ്ടായിരുന്നു കാണാം. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നില്ല, അതിനായിട്ട് അനുവദിക്കുന്നില്ല. നമ്മള് യശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത് പോലെ വഴി ഇതാകുന്നു, ഇതിലേ പോയിക്കൊള്ളുക, ഇതാണ് നീ പോകേണ്ട പാത എന്ന ഒരു ഗൈഡൻസ്, ആ പ്രേരണ ഒരുപക്ഷെ അവൾക്ക് ലഭിച്ചു കാണാം. അപ്പോ ആ നിലയിൽ ആ ദൈവിക പ്രേരണയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ സഹോദരി അവൻ മുൻപോട്ട് പോകുവാനായിട്ടില്ല. നമ്മള് 37-ാം സങ്കീർത്തനം പഠിക്കുമ്പോ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്ന ഒരു മനുഷ്യന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയ അവൻ തന്റെ ഗമനത്തെ എന്ത് ചെയ്യുന്നു, സ്ഥിരമാക്കുന്നു എന്ന് എഴുതിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവൾ സ്വതവേ അവിടേക്ക് പോയതല്ല, അവൻ തമ്പുരാൻ അവളുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അവൻ യഹോവയുടെ അദൃശ്യകരം അവൾക്ക് വേണ്ടി വെളിപ്പെടുവാൻ ഇടയായി. ആ ദൈവകരമാണ് അവളെ അവിടേക്ക് നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ നമ്മളായിരുന്നാൽ, ദൈവത്തിന്റെ കരം നമ്മെ നടത്തിയാൽ, പരിശുദ്ധാത്മാവ് ഒരു നല്ല ആലോചനക്കാരനായി നമ്മോട് കൂടെ ഇരുന്നാൽ ഒരിക്കലും നമ്മെ ഇല്ലാത്ത ഒരു കളത്തിലേക്ക്, ഒരു വയലിലേക്ക് തമ്പുരാൻ നമ്മെ കൊണ്ടെത്തിക്കത്തില്ല. ആത്മാവാണ് നടത്തുന്നതെങ്കിൽ അവിടെ ഒരു നിറവുണ്ടായിരിക്കും, അവിടെ ഒരു കൊയ്ത്തുണ്ടായിരിക്കും, അവിടെ നല്ല മനസ്സുള്ള ഒരു കൂട്ടം ആൾക്കാർ ആ വയലിനകത്തുണ്ടായിരിക്കും. ഇവിടെ ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നു, ഇവരിങ്ങനെ പോകുമ്പോ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി വയലുകളുണ്ട്. അപ്പൊ ചില വയലുകളുടെ അടുക്കലൊക്കെ പോയപ്പോ ഇവളിങ്ങനെ നോക്കി വീക്ഷിച്ചു. കൊയ്തുകൊണ്ടിരിക്കുന്ന കൊയ്ത്തുകാര്. അപ്പോ ഈ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ കാല പെറുക്കാനായിട്ട് ആ വയലില് പോയി പെറുക്കുന്നുണ്ട്. അപ്പൊ ഈ പെറുക്കിക്കൊണ്ട് നിൽക്കുന്നവരെ ഈ വയലിലെ ജോലിക്കാരെന്ത് ചെയ്യുന്നുണ്ട്, ശകാരിക്കുന്നു, ആട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങൾ പോയതിനു ശേഷം നിങ്ങൾ വന്ന് പെറുക്ക് എന്നൊക്കെ പറയുന്നു. നീ എന്തിനാണ് ഇവിടെ വന്നത്, നിനക്ക് വേറൊരിടത്ത് പൊയ്ക്കൂടെ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. പലപ്പോഴും നമ്മളും ഇതൊക്കെയാണ് അല്ലേ, നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലും നമ്മൾ ഇതുപോലുള്ള തെറ്റുകളും വീഴ്ചകളും നമ്മൾ വരുത്താറുണ്ട്. സ്തോത്രം. അപ്പുറത്ത് വേറെ എത്രയോ നല്ല പള്ളികൾ ഇരിക്കുന്നു, അവിടെ നീ നിനക്ക് പൊയ്ക്കൂടെ, എന്തിനാ ഇവിടെ വരുന്നത്, സ്തോത്രം, ഇവിടെ തന്നെ വന്നാലേ വിടുതലുള്ളൂ എന്നൊക്കെ നമ്മളും ചോദിക്കാറുണ്ട് ചില സാഹചര്യങ്ങളിൽ. പക്ഷെ അതൊന്നും ദൈവികമല്ല. ദൈവം തമ്പുരാൻ ബോവസിന്റെ വയലിലാണ് അവൻ സ്തോത്രം രൂത്തിനെ നിയമിച്ചതെങ്കിൽ ആ വയലിൽ നിന്ന് പോകുവാൻ ദൈവം അനുവദിക്കുന്നില്ല. അവൻ സ്തോത്രം ആട്ടലും തുപ്പലും ഏറ്റ് അവൻ സ്തോത്രം മറ്റുള്ള വയലിൽ പോകുവാൻ ദൈവത്തിന് പദ്ധതിയില്ല. അവൻ ബോവസിന്റെ വയലിൽ തന്നെ എത്തണം എന്നത് ദൈവം അവളെ കുറിച്ച് നിർണയിച്ചിരിക്കുന്ന വസ്തുതയാണ്. അപ്പോ മറ്റുള്ളവരുടെ ഈ ശകാരമൊക്കെ കേട്ടപ്പോ ഇവൾക്ക് മനസ്സിലായി അവിടെ ഒന്നും പോയിട്ട് കാര്യമൊന്നുമില്ല, അവിടെ നിസ്സഹകരണമാണ്, അവിടെ സ്നേഹമില്ല, അവിടെ ഒരു ഐക്യതയില്ല, തമ്മിൽ പാരകളാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട, നമുക്ക് നല്ലൊരു വയൽ എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാമെന്ന് അവൾ ചിന്തിച്ചു. അന്വേഷിച്ചു പോയപ്പോഴാണ് അവിടെ ഒരു മനോഹരമായ വയൽ കിടപ്പുണ്ട്, ധാരാളം ജോലിക്കാർ അവിടെയുണ്ട്, എല്ലാ കൊയ്ത്തുകാർക്കും മേലാളായി ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേരവിടെ പറയുന്നില്ല. ഒരുപക്ഷെ ആ പേര് പറയാതിരിക്കും. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് 24-ൽ അവൻ സ്തോത്രം അബ്രഹാമിന്റെ ദാസൻ എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ കാണുന്നു. അവൻ ഒരുപക്ഷെ ഞാൻ അവിടെ ആ ഭാഗത്ത് അവന്റെ പരിശുദ്ധാത്മാവിനെ അവനെ സാദൃശ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. പേര് പറഞ്ഞിട്ടില്ല. അവൻ പ്രിയമുള്ളവരെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ ആ മേലാളി, ഈ കൊയ്ത്തുകാരുടെ മേലാളൻ, അവൻ അവരുടെ നിയന്ത്രണമെല്ലാം ഏറ്റെടുത്ത് അദ്ദേഹം വളരെ ഭംഗിയായി ആ വയലിന്റെ അവൻ ചുമതല ഏറ്റെടുത്ത് നോക്കുന്നുണ്ട്. കൊയ്ത്ത് മനോഹരമായി നടക്കുന്നുണ്ട്. അവൻ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ അവളോട് ചോദിക്കുന്നത് എവിടെ നിന്നാ വരുന്നത്. അവൻ തന്നെ പരിചയപ്പെടുത്തുന്നു. അവൻ ഇവിടെ പെറുക്കുവാനായി പറയുന്നു. അവൾക്ക് അനുമതി ലഭിക്കുന്നു. അനുമതി നിഷേധിക്കപ്പെടുന്നില്ല. അവൻ നല്ല മനസ്സോടെ ആ വയലിലേക്ക് സ്വാഗതം ചെയ്തപ്പോൾ ആ വയലിലേക്ക് അവൻ ഇറങ്ങി കൊയ്ത്തുകാരുടെ പിന്നാലെ അവൻ ചെന്നു. അവർ വലിച്ചിട്ട് കൊടുത്ത അവൻ സ്വന്തം അവൻ പെറുക്കി അവൻ നിറച്ച അവൻ സ്വന്തം നിറയെ കൊണ്ടുവന്നു എന്നാണ് അവൻ തിരുവെടുത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇന്ന് രാത്രിയിൽ അവൻ ഇറങ്ങിയിരിക്കുന്ന വയലിൽ നിന്ന് അവൻ
അവൻ സ്തോത്രം ചിലതിനെ അവൻ വയലിൽ വേല ചെയ്യുന്ന അവൻ കൊയ്ത്തുകാർ ഇന്ന് രാത്രി നമുക്ക് വേണ്ടി വലിച്ചിട്ട് തരണം. അവൻ അതിന് അവൻ നമ്മൾ അനുഗമിക്കണം. അവൻ എനിക്ക് വേണം ഈ കൃപ എന്ന് പറഞ്ഞ എലിശ എലിയാവിനോട് എന്താ പറഞ്ഞത്? എനിക്ക് ഈ ഇരട്ടി പങ്ക് വേണം. യജമാനൻ പോകാതിരിക്കുക ചെയ്തോ, അത് എനിക്ക് വിഷയമല്ല. പക്ഷെ എനിക്ക് വേണം കൃപ, ഇരട്ടി പങ്ക്. യജമാനൻ 7 അത്ഭുതം ചെയ്തെങ്കിൽ എനിക്ക് 14 കുറഞ്ഞത് എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. എനിക്ക് വേണ്ടിയല്ല, കർത്താവിന് വേണ്ടി. അവൻ ഇന്ന് രാത്രിയില് അവൻ ഈ വയലിൽ ഇറങ്ങി അവനെ തന്നെ നല്ല മനസ്സോടെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ കർത്താവ് കൃപയുടെ കതിരുകളെ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകി തരുവാൻ. അവൻ കതിരുകളല്ല കേട്ടോ, അവൻ കതിരുകളെ നല്ല മണികളെ അവൻ നമ്മുടെ കരങ്ങളിൽ തന്ന് അവൻ നമ്മെ ഉപയോഗിപ്പാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. നോക്കണം, അവൾ ആ വയലിലേക്ക് ചെല്ലുന്നു. സമയം മുമ്പോട്ട് പോയി. അവൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ ചെല്ലുമ്പോ അവൻ 3-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ച സിസ്റ്റർ. പോയി യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ഇവിടെ നോക്കണം, അവൾ ആ വയലിലേക്ക് ചെന്നു. ബോവസ് ബത്ലഹേമിൽ നിന്ന് വന്നു. അപ്പോൾ അവൾ പറയുന്നു, യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. യഹോവയുടെ നാമത്തിൽ ബോവസ് ഇവരെന്ത് ചെയ്യുന്നു? അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ രൂത്തിനും ആ അനുഗ്രഹം. ഇവിടെ ആദ്യമായിട്ടാണ് രൂത്തിനെ ആര് കാണുന്നത്? ബോവസ് കാണുന്നത്. രൂത്താണെന്ന് അറിയത്തില്ല. നവോമിയോടുകൂടെ മോവാബിൽ നിന്ന് വന്ന വ്യക്തിയാണെന്ന് അറിയത്തില്ല. പക്ഷെ കണ്ട ഉടൻ അവർ പരസ്പരമായ അഭിവാദനം. സാധാരണ ഒരു മുതലാളിയും തൊഴിലാളിയും, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ നാട്ടിലുള്ള ഒരു കൊച്ചു മുതലാളിയും ഒരു കൊച്ചു തൊഴിലാളിയും മാത്രം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, അല്ലേ? ഇവിടുത്തെ നമ്മൾക്ക് ഒരല്പം ഒരു കൊച്ചു ബിസിനസ്സോ വല്ല പരിപാടികളോ ഉണ്ടെങ്കിൽ നമ്മുടെ ആ കൂടെ നിന്ന് ജോലി ചെയ്യുന്നവരെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? പലപ്പോഴും കർശനമായി കഠിനമായി ഒക്കെ നമ്മൾ പെരുമാറാറുണ്ട്. പക്ഷെ ഇവിടെ ഈ ബോവസ്, അദ്ദേഹത്തിന് വലിയ വയലുണ്ട്, അനേക വേലക്കാരുണ്ട്. പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് അവരോട് ഇടപെടുന്നത്? വളരെ സ്നേഹപരമായ ഒരു ഇടപെടലാണ്. അങ്ങനെ ഇടപെടുവാൻ ആർക്കാ കഴിയുന്നെന്ന് ചോദിച്ചാൽ, ഉള്ളിൽ സ്നേഹമുള്ള, ഹൃദയത്തിൽ സന്തോഷമുള്ള ഒരു ബോവസിന് മാത്രമേ അവൻ ആ വയലിലുള്ള വേലക്കാരോട് ഇത്രയും വാത്സല്യത്തോടെ പെരുമാറുവാനായിട്ട് കഴിയത്തുള്ളൂ. ആ സ്നേഹവും ഉള്ളിൽ സന്തോഷവും ഇല്ലാത്ത ഒരു ബോവസിന് ഒരിക്കലും ഇങ്ങനെ ഒരു അഭിവാദനം ആരംഭത്തിൽ കണ്ടയുടൻ തന്നെ ഈ രൂത്തിനും നൽകുവാനായിട്ട് കഴിയത്തില്ല. അവൻ എന്ന് വേണം അവൻ നമ്മൾ മനസ്സിലാക്കാൻ. അവൻ ഇവിടെ നിങ്ങൾ നോക്കണം, അവൻ അവരുടെ പ്രത്യേകമായിരിക്കുന്ന അവൻ സ്തോത്രം അവൻ പരസ്പര അഭിവാദനം. അവൻ രണ്ടുപേരും, അവളും ഈ അഭിവാദനം കേട്ടപ്പോൾ തന്നെ അവനും തിരിച്ച് അവൻ അനുഗ്രഹിക്കുകയാണ്. അവൻ തിരിച്ചു പ്രതികരിക്കുകയാണ്. അവൻ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോ അങ്ങനെ ഒരു അഭിവാദനം ഇരുവരും പറയുന്ന ഒരു രംഗം എന്ന് പറഞ്ഞാൽ, ഒരു വാക്ക് പറഞ്ഞ് ഞാനിപ്പോ ഇന്നത്തെ അവൻ സന്ദേശം നിർത്താം. ബോവസിന്റെ വയലിന്റെ പ്രത്യേകത, ബോവസിന്റെ വയൽ അവൻ ഒരു ദൈവ സാന്നിധ്യം കൊണ്ട് മൂടപ്പെട്ട, നിറയപ്പെട്ട ഒരു വയലായിരുന്നു. അവൻ ദൈവ സാന്നിധ്യം കൊണ്ട് മൂടപ്പെട്ട വയലായതുകൊണ്ടാണ് ആത്മീക അഭിവാദനങ്ങൾ
അതിനകത്ത് നിന്ന് ഉയരുവാനായിട്ടിടയായി. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അപ്പോ നമ്മുടെ കൂടെ ആരാധിക്കുന്ന ഒരു വിശ്വാസിയെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ടോ? നമ്മൾ പ്രൈസറോട് പറയും, ചിലപ്പോൾ സ്തോത്രം പറയും, ചിലപ്പോൾ നമ്മൾ ഷെക്കൻഡ് കൊടുക്കും, അല്ലേ? അപ്പോൾ അതൊക്കെ ചെയ്യണം. അതൊക്കെ ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച് ആവശ്യമാണ്. അത് സ്ത്രീ സ്ത്രീയോടും പുരുഷനോടും അതാകണം. അത് അങ്ങനെ തന്നെയാണ് അതിന്റെ രീതി, മാന്യത. അത് ആദിമകാലത്തിലെ ഭക്തഗണങ്ങളും അത് എന്ത് ചെയ്തിരുന്നു? പുലർത്തിയിരുന്നു. അപ്പോൾ വിഷയിക, അനുഗ്രഹിക്കുക. നമ്മൾ പൗലോസിന്റെ ഈ ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പദമുണ്ട്. എന്തോന്നാണ്? കൃപയും സമാധാനവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ, അല്ലേ? അദ്ദേഹം പറഞ്ഞ് ആമേൻ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം അന്ന് ഈ ലേഖനം എഴുതുന്ന സമയത്ത് റോമൻ ഗവൺമെന്റിന്റെ ഭരണകാലമാണ്. സാധാരണ ആ കാലഘട്ടങ്ങളിൽ കൈസർ എന്ന് പറയുന്നത്, ആ ഭരണകർത്താവ് എന്ന് പറയുന്നത് അവരുടെ ദൈവമാണ്. അപ്പോൾ അദ്ദേഹത്തെ സാധാരണഗതിയിൽ അന്ന് ആ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, നമ്മളൊക്കെ ഇല്ലെങ്കില് കത്തെഴുതിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അല്ലേ? വിദേശങ്ങളിലോ ദൂരസ്ഥലങ്ങളിലോ നമ്മുടെ മക്കളോ ഭർത്താക്കന്മാരോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ഒക്കെ ഇരിക്കുമ്പോൾ ഇല്ലന്റ് വാങ്ങിച്ച് നമ്മള് കത്തെഴുതാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഇന്നയാളിന് ഇന്നയാൾ എഴുതുന്ന കത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സുഖം, അവിടെ സുഖം, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ഇവിടെ എങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കത്തെഴുതാറുണ്ട്. അപ്പോൾ ഈ കത്തെഴുതി ഒരുപക്ഷെ 10-15 ദിവസം കഴിഞ്ഞാണ് അവിടെ എത്തുന്നത്. അവിടെ എത്തി വീണ്ടും അതുപോലെ ഒരു 10-15 ദിവസം കഴിഞ്ഞാണ് അടുത്ത റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടാറുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു കത്തെഴുതുമ്പോൾ നമ്മൾ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമ്മൾ പ്രൈസ് ദി ലോർഡ് എന്ന് എഴുതാറുണ്ട്. ചിലർ ദൈവത്തിന് മഹത്വം എന്ന് വയ്ക്കാറുണ്ട്, അല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ എഴുതുന്ന കത്തില് വയ്ക്കാറുണ്ട്. എന്നാൽ റോമൻ ഭരണ കാലഘട്ടത്തിൽ ചക്രവർത്തിമാർ, ഈ സീസർമാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രജ ഒരു കത്തെഴുതുമ്പോൾ അവൻ പാലിക്കുവാൻ നിയമമുണ്ടായിരുന്നു. ആ നിയമം അവന് പ്രൈസ് ദി ലോർഡ് വെക്കാൻ പറ്റില്ല, കർത്തനയ്ക്ക് സ്തോത്രം വെക്കാൻ പറ്റത്തില്ല. അവൻ എന്താണ് വെക്കേണ്ടതെന്ന് അറിയാമോ? അവൻ കൈസറുടെ പേരില് കൈസർക്ക് വന്ദനം പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? കത്ത് എഴുതി ആരംഭിക്കേണ്ടത്. കത്ത് എഴുതി അവസാനിപ്പിക്കുമ്പോൾ കൈസറിന്റെ അനുഗ്രഹം നിനക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് ആ കത്തെഴുതി അവസാനിപ്പിക്കുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അവൻ ധന്യനായ പൗലോസ് ഈ ലേഖനങ്ങളൊക്കെ എഴുതിയത്. അവൻ അന്നത്തെ ഭരണകൂടത്തെ അവൻ പൂർണ്ണമായി അവൻ സ്തോത്രം ചെയ്യുന്നു. അവരുടെ വാക്കുകളെ, അവർ ഉണ്ടാക്കി വെച്ച സമ്പ്രദായങ്ങളെ പൂർണ്ണമായി ദൃഢവൽക്കരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ കൃപ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന ആ സംബോധന ലോകത്തിന് നൽകുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കണം, ബോവസിന്റെ വയൽ എന്നാൽ അത് സാധാരണ വയലല്ല, അത് ദൈവ സാന്നിധ്യമുള്ള വയലാണ്. പ്രൈസ് ദി ലോർഡ്. ആ വയലിൽ വരുന്നവന്റെ ഉള്ളിൽ സ്തുതിയുണ്ട്, ആരാധനയുണ്ട്, സന്തോഷമുണ്ട്, ആത്മീക ആനന്ദമുണ്ട്. അവൻ സ്തോത്രം ചെയ്യുന്നു. അവിടെ പരസ്പരം കയ്പില്ല, പകയില്ല, വിദ്വേഷമില്ല, പിണക്കമില്ല, അസൂയയില്ല, ഭിന്നതകളില്ല, കലക്കങ്ങളില്ല. അവൻ സ്തോത്രം ചെയ്യുന്നു. യാതൊരു തരത്തിലുള്ള ദൈവിക സ്വഭാവത്തിന് വിരുദ്ധമായതൊന്നും ആ വയലിനകത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ആത്മീക അനുഭവമാണ് ബോവസിന്റെ വയലിൽ അനുഭവപ്പെടേണ്ടത്. ഇന്ന് രാത്രിയിൽ ഒരിക്കൽ കൂടെ അവൻ പൊതുവിൽ നമ്മുടെ സഭയെയും വ്യക്തിപരമായി നമ്മയും ഒരു നിമിഷം സ്വയമായി ശോധന ചെയ്യുവാനും അവൻ നമ്മുടെ കുറവുകളെ ഉണരുവാനും നമ്മൾ യഥാർത്ഥമായി ബോവസിന്റെ വയലിലെ പ്രജകളാണോ എന്ന് ഒന്നുകൂടെ തിരിച്ചറിയുവാനും ഇന്ന് രാത്രിയിൽ നമുക്ക് കഴിയട്ടെ. അവൻ സ്തോത്രം. യഥാർത്ഥമായി ബോവസിന്റെ വയലിലേക്ക് നമുക്ക് വേണ്ടി നല്ല കതിരുകളുള്ള അവൻ ചില കറ്റകളെ, അവൻ ഒരു ചില മണികളെ അല്ല, അവൻ ചില കറ്റകളെ തന്നെ അവൻ വലിച്ചിട്ട് തരുവാൻ കൽപ്പിക്കുന്ന ഒരു ബോവസ് ഇന്ന് രാത്രിയിൽ ഇതിനകത്തുണ്ട്. വിശ്വസിക്കുന്ന എല്ലാവരും കണ്ണുകളുടെ ചാട്ട് അവൻ ചിലതിന് നമുക്ക് വേണ്ടി അവൻ വലിച്ചിട്ട് തരുന്ന, അവൻ വെറുതെയാ വന്നത്, ഒന്നുമില്ലാത്തവളായിട്ടാ വന്നത്, പക്ഷെ നിറഞ്ഞവളായി അവൾ പോകുവാനായിട്ടിടയായി. പ്രൈസ് ദി ലോർഡ്. അവരുടെ ജീവിതത്തില്
അവൻ മോവാബിലായിരുന്നപ്പോൾ ഇതുപോലൊരു അഭിവാദനം അവൾ കേട്ടിട്ടില്ല. ബോവസിന്റെ വയലിൽ വന്നപ്പോഴാണ് ഇത്രയും മനോഹരമായ ഒരു അഭിവാദനം അവൾ കേട്ടത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവൾ ദൈവകൃപ അന്വേഷിച്ചു. അതുകൊണ്ടാണ് അവൾക്ക് അത് ലഭിക്കുവാനായിട്ടിടയായത്. പ്രിയമുള്ളവരെ, അവൾ പറയുന്നു ഭാഗ്യവശാൽ എന്നാണ്. അവൻ ദൈവകൃപയാലാണ് അവൾ ബോവസിന്റെ വയലിലേക്ക് ചെന്നത്. അവൻ സ്തോത്രം. എന്തുകൊണ്ട് അവൾ അവിടേക്ക് ചെന്നെന്ന് ചോദിച്ചാൽ അവരുടെ ആവശ്യഭാരമാണ് ആ വയലിലേക്ക് അവളെ എത്തിക്കുവാനിടയായത്. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ആവശ്യഭാരമാണ്. ഇന്ന് രാത്രി അപ്പന്റെ പാതകീടത്തില് നിങ്ങൾ മുട്ടുകൊണ്ടിരിക്കുന്നത്. ആവശ്യക്കാരിയായ 12 ആണ്ടുകളായി രക്തസംവത്സരം പ്രാപിച്ചിരുന്ന ആ സ്ത്രീ യേശുവിന്റെ അടുക്കൽ ചെന്നപ്പോൾ അവന്റെ വസ്ത്രം തൊട്ടപ്പോൾ അവർക്ക് നിന്ന് ശക്തി പുറപ്പെടുവാനിടയായി. ആവശ്യഭാരത്തോടെ മുട്ടുമടക്കിയിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് വെറുതെ പോയിട്ടില്ല. ഇന്ന് രാത്രിയിൽ സ്വർഗം അവരെ നിറച്ചിട്ടുണ്ട്. അനുഗ്രഹിക്കുന്ന സർവശക്തന്റെ ദിവ്യകാര്യം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. എല്ലാ ദൈവജനവും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.